ആസ്ട്രോ ഫോട്ടോഗ്രാഫി മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സംഗീത് പുരക്. ഈ ഒരു ചാനൽ തുടങ്ങാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കയറിയിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന വീഡിയോകൾ മൊത്തം ഇംഗ്ലീഷും അല്ല ഹിന്ദിയും ഒക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ മനസ്സിലോട്ടല്ലോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ, ഈ ടെലസ്കോപ്പൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണോ ഒക്കെ കുറേ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു ഉത്തരം നൽകാനും അതുപോലെ നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഉള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചാനൽ നമ്മൾ തുടങ്ങിയത്. അപ്പം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല, പക്ഷേ ഒരു സ്വന്തമായിട്ടൊരു ടെലസ്കോപ്പൊക്കെ ഉണ്ടാക്കി അത് വെച്ച് അത്യാവശ്യം ഫോട്ടോ ഒക്കെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം അത് എല്ലാവർക്കും കൂടെ ആ അറിവുകളൊക്കെ പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യകളങ്കം നമുക്ക് ഒന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ സ്വന്തമായിട്ടുണ്ടാക്കിയ ടെലസ്കോപ്പ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. ടെലസ്കോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സൗരകളങ്കത്തിൻ്റെ ചിത്രം എടുക്കാൻ നമ്മുടെ 50mm ടെലസ്കോപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനായി നമ്മൾ എടുക്കുന്നത് ID കാർഡൊക്കെ പ്രിൻ്റ് ചെയ്യാൻ എടുക്കുന്ന കളർ റിബണാണ്. ഇതിൻ്റെ കറുത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഇതിൻ്റെ കറുപ്പ് നിറമാണ് നമ്മുടെ ഫിൽറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഉറപ്പിക്കേണ്ടത് നമ്മുടെ അപ്പർച്ചർ ലെൻസിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലെൻസ് എടുത്ത് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഇത് ഒരു 2 പേപ്പറിൻ്റെ കഷ്ണം ഞാൻ റൗണ്ട് കട്ട് ചെയ്തെടുത്ത് നമ്മൾ അപ്പുറത്തെ ലെൻസിൻ്റെ സൈസ് അനുസരിച്ച്. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് ഏകദേശം ഫിറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽറ്റർ ഇതിലേക്ക് ഉറപ്പിക്കണം. ഫിൽറ്ററിൻ്റെ പേപ്പറിൻ്റെ വലിയ കട്ടിയൊന്നുമില്ല, നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇത് വലിയ കട്ടിയുള്ള പേപ്പറൊന്നുമല്ല, ഒരു ലൈറ്റായിട്ടുള്ള ഫിൽറ്ററാണ്, പക്ഷേ സൂര്യപ്രകാശം നന്നായിട്ട് തടയും. ഇതിൻ്റെ നമ്മൾ ഉറപ്പിക്കുന്ന ലെൻസിൻ്റെ തള്ളി നിൽക്കുന്ന ഭാഗം ഈ പേപ്പറിൻ്റെ വെളിയിലേക്കായിരിക്കണം, പേപ്പറിലോട്ട് പോകുന്ന ഭാഗത്തേക്കായിരിക്കണം. അപ്പം തള്ളി നിൽക്കുന്ന ഭാഗം ഫ്രണ്ടിൽ വരും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫിൽറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മുടെ അഡാപ്റ്റർ, മൊബൈൽ ഉറപ്പിക്കാനുള്ള അഡാപ്റ്റർ. ഇത് നമ്മൾ ടെലസ്കോപ്പിൻ്റെ അറ്റത്ത് നമ്മൾ ഉറപ്പിച്ച് വയ്ക്കും. ഇതിലേക്ക് മൊബൈൽ ഉറപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചിത്രങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം പണിയെല്ലാം പൂർത്തിയായിട്ട് നമ്മുടെ ടെലസ്കോപ്പ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ടെലസ്കോപ്പിൻ്റെ മൗണ്ടിലേക്ക് ഒന്ന് ഉറപ്പിച്ച് വയ്ക്കാം. ഉറപ്പിച്ച് വെച്ചിട്ട് നമുക്കിത് പോയിൻ്റ് ചെയ്ത് വെക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റ് സൂര്യനെ കാണാൻ പറ്റുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ചിത്രം എടുക്കാൻ പറ്റും. ഏതായാലും നമുക്ക് നോക്കാം, നടക്കുമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് മേഘം നമ്മളെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ പരിസരം മൊത്തം മഴയും പിന്നെ മഴമേഘങ്ങളും ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ മലയൊക്കെ ഉള്ള സ്ഥലം. ഏത് സമയത്തും മഴ ഇങ്ങനെ കയറി വരാൻ സാധ്യതയുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് മഴ ഇവിടെ തങ്ങി പെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ മഴമേഘങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് വന്ന് തങ്ങി ഇവിടെ തന്നെ പെയ്യും. അപ്പം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ കാലാവസ്ഥ നമ്മൾ അനുകൂലിക്കണം. അങ്ങനെ നമ്മുടെ ടെലസ്കോപ്പ് ആകാശത്തേക്ക് നോട്ടമിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, മേഘം വന്ന് കയറിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ഫിൽറ്റർ എല്ലാം ഓക്കെ, നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി നമ്മുടെ കാത്തിരിപ്പ് തന്നെ കാത്തിരിപ്പ്. കാരണം മേഘം ഒന്ന് മാറിക്കിട്ടിയാലേ നമുക്ക് സൂര്യനെ ഒന്ന് കാണാൻ പോലും പറ്റത്തുള്ളൂ. ഇത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. പക്ഷേ നമ്മളെ സമ്മതിക്കാത്ത കാലാവസ്ഥയാണ്. ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് മഴ തന്നെ മഴ,
ഒരു മാറ്റമില്ല. 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ടേയിരിക്കും. അപ്പം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ മേഘമൊന്ന് മാറി കിട്ടാൻ. അപ്പം ഫിൽറ്റർ വെച്ച് ചെയ്തിട്ടുള്ള നേരത്തെ എടുത്ത 1-2 ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിനകത്ത് നേരത്തെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് സൂര്യനെ കണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ. അതിനകത്ത് അത്യാവശ്യം സ്പോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡേറ്റ് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇത് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത ചിത്രമാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ വീഡിയോയ്ക്കകത്ത് തന്നെ ഡേറ്റും ഉണ്ട്. അതുപോലെ നമ്മളെ ഈ ഫോട്ടോസിനകത്തും ഡേറ്റ് ഉണ്ട്. നമ്മൾ വാട്ടർമാർക്കായിട്ട് ആ ഡേറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായത് എന്നെടുത്ത ഫോട്ടോയൊക്കെ ആവും. നമ്മൾ ഫിൽറ്ററൊക്കെ ശരിയാക്കി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് നമുക്കിന്ന് ചിത്രീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ചിത്രീകരിച്ച ചിത്രമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഉടൻ തന്നെ അടുത്ത ദിവസം കാലാവസ്ഥ കറക്റ്റ് ആവുന്ന സമയത്ത് നമുക്കത് വീഡിയോ എടുത്ത് ഞാൻ ബാലൻസ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നമസ്കാരം.